Hello students, welcome back to Plus 2 Economics Online Classroom. ഇന്ന് പാർട്ട് 2 മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ പാർട്ട് 1 ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ മാക്രോ എക്കണോമിക് സ്റ്റഡീസ്. എന്ന് വെച്ചാൽ മാക്രോ എക്കണോമിക്സ് വേരിയബിൾസിനുള്ള 2 എക്സാമ്പിളുകൾ എഴുതാൻ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2 ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാക്രോ എക്കണോമിക് വേരിയബിൾസിനുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് എക്സാമ്പിളുകൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഏതെങ്കിലും 2 എക്സാമ്പിളുകൾ, 2 ഉദാഹരണങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. അഗ്രഗേറ്റ് എംപ്ലോയ്മെന്റ്, മൊത്തം തൊഴിലവസ്ഥ. ഓക്കെ, ഇനിയും ഒരുപാട് എക്സാമ്പിളുകൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം പഠിച്ചിട്ടുണ്ട്. അഗ്രഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം. ഓക്കെ, ഒരുപാട് എക്സാമ്പിളുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 എക്സാമ്പിളുകൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ദി എക്സ്പെൻസസ് വിച്ച് റൈസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈസ് നോൺ ആസ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദി എബവ്. എന്ന് വെച്ചാൽ ഉപഭോഗ ചെലവുകൾ, മൂലധന ചെലവുകൾ, കയറ്റുമതി ചെലവുകൾ, ഇവയൊന്നുമല്ല. ചോദ്യം എന്താണ്? The expenses which rise productive capacity is known as. അതായത് ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉൽപാദന ശേഷി എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യെസ്, മോഡേൺ ടെക്നോളജി വേണം, അല്ലേ? ഉൽപാദന ശേഷി വർദ്ധിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ആധുനിക സാങ്കേതിക വിദ്യകൾ ആവശ്യമുണ്ട്. മോഡേൺ മെഷീൻസും അതുപോലെ ടെക്നോളജി എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അല്ലേ? മൂലധനം വേണം. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ ബി, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവുകൾ. ഓക്കെ ആണല്ലോ. ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്ന പേര് മൂലധന ചെലവുകൾ എന്നാണ്. ദ എക്സ്പെൻസസ് വിച്ച് റൈസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതിന്റെ പിക്ചറൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദിസ് picture are related to the impacts of recession in 2008. Can you identify some of impact of the Great Depression of the 1930s? 2008 സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച പിക്ചർ. ഓക്കെ, 1930കളിലെ മഹാമാന്ദ്യത്തിന്റെ ചില പ്രത്യാഘാതങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. നമ്മൾ പഠിച്ചിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ, ഒരു വൻ സാമ്പത്തിക മാന്ദ്യം. 1929-30 കാലഘട്ടത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും നടന്നിട്ടുള്ള ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് വെച്ചാൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, ഈ ഒരു വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് അമേരിക്കയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫ്രം 3% to 25% ഇൻക്രീസ് ചെയ്തു, അല്ലേ? അമേരിക്കയിലെ തൊഴിലില്ലായ്മ 3% നിന്നും
25% വർദ്ധിച്ചു. അതുപോലെ മറ്റൊരു ഇമ്പാക്റ്റ് എന്തായിരുന്നു? അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഫെൽ ഡൗൺ ടു 33%. മൊത്തം ഉൽപാദനത്തിന്റെ അളവ് 33% കുറവുണ്ടായി. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റി 33% കുറഞ്ഞു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാൾ ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അടുത്ത ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഫാൾ ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനത്തിന്റെ കുറവ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി അല്ലെ, അമിത ഉൽപാദനം ആ കാലത്തുണ്ടായി. അമിത ഉൽപാദനം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും? അൺഎംപ്ലോയ്മെന്റിന് കാരണമാവും അല്ലെ. ഓവർ പ്രൊഡക്ഷൻ ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്. അമിതോൽപാദനം തൊഴിലില്ലായ്മയിലേക്ക് നയിക്കുന്നു. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിനുള്ള ചോദ്യ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, കാറ്റഗറൈസ് ദി ഫോളോവിങ് ഇൻടു മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും തരംതിരിക്കുക. ഓക്കെ, ഈ പാറ്റേണിലുള്ള ഒരു ചോദ്യം എക്സാമിന് ഷുവറായിട്ടും വരുന്നതാണ്. ഈ ഒരു ചോദ്യം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് 2 ഗുണങ്ങളാണ് കിട്ടുന്നത്. മൈക്രോ എക്കണോമിക്സിനും അതുപോലെ മാക്രോ എക്കണോമിക്സിനുമുള്ള വേരിയബിൾസിനുള്ള എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റും. കാരണം ഈ എക്സാമ്പിളുകൾ തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ തവണയും ഇത് പഠിക്കുമ്പോൾ കൂടുതൽ വേരിയബിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ആണെന്ന് ശ്രദ്ധിച്ചോളൂ. GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്താണെന്നൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ്, സ്റ്റഡി ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള പഠനം. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ കൺസംഷൻ, ഒരു വ്യക്തിയുടെ ഉപഭോഗം. നെക്സ്റ്റ്, പ്രൈസ് ഓഫ് റബ്ബർ, റബ്ബറിന്റെ വില. നെക്സ്റ്റ്, ഹോൾസെയിൽ പ്രൈസ് ലെവൽ, മൊത്തം വില നിലവാരം. നെക്സ്റ്റ്, ടോട്ടൽ എംപ്ലോയ്മെന്റ്, മൊത്തം തൊഴിൽ. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്, തേങ്ങയുടെ ഉൽപാദനം. നെക്സ്റ്റ്, ടോട്ടൽ ഇമ്പോർട്ട്സ്, മൊത്തം ഇറക്കുമതി. അപ്പോൾ ഇത്രയുമാണ് വേരിയബിൾസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് നിങ്ങൾ പട്ടികപ്പെടുത്തുക, ടാബുലർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്? ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സ് അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റഡി ഓഫ് എ ഫേം അല്ലെ, ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള പഠനം. ഒരു സ്ഥാപനം. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് സ്റ്റഡി അബൌട്ട് സിംഗിൾ യൂണിറ്റ്സ് ഓർ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ദി ഇക്കണോമി. ഒരു വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? സ്റ്റഡി ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള പഠനം. സെക്കൻഡ്, ഇൻഡിവിജ്വൽ കൺസംഷൻ, ഒരു വ്യക്തിയുടെ ഉപഭോഗം. ഒരു എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. അതാണ് അവിടുത്തെ കീ പോയിന്റ്. 1 എന്നൊരു വാക്കുണ്ട്. ചെറിയ യൂണിറ്റുകളെ കുറിച്ച്, ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. തേർഡ്, പ്രൈസ് ഓഫ് റബ്ബർ, റബ്ബറിന്റെ വില, അത് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്, തേങ്ങയുടെ ഉൽപാദനം. ഓക്കെ, ഇവിടെ ഒറ്റൊരു ക്രോപ്പ് മാത്രമേ ഉള്ളൂ, തേങ്ങ, കോക്കനട്ട്. ഓക്കെ, അത് മൈക്രോ ഇക്കണോമിക്സിൽ വരുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, മാക്രോ എക്കണോമിക്സിൽ മൈക്രോയിൽ വരുന്ന കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്തായിരിക്കും? മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ഏതൊക്കെയാണ്? GDP. നെക്സ്റ്റ്, ടോട്ടൽ ഇമ്പോർട്ട്സ്, മൊത്തം ഇറക്കുമതി. നെക്സ്റ്റ്, ടോട്ടൽ എംപ്ലോയ്മെന്റ്, മൊത്തം തൊഴിൽ. നെക്സ്റ്റ്, ഹോൾസെയിൽ പ്രൈസ് ലെവൽ, മൊത്തം വില നിലവാരം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു
ട്രിക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് മൈക്രോ അതുപോലെ എങ്ങനെയാണ് മാക്രോ ഇവ രണ്ടും ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇതിൽ ഗ്രോസ്, നെറ്റ്, അഗ്രഗേറ്റ്, ടോട്ടൽ, ജനറൽ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ വെച്ച് തുടങ്ങുന്ന വേരിയബിൾസ് ആണെങ്കിൽ അതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. ഏതൊക്കെയാണ്? ഗ്രോസ്, നെറ്റ്, അഗ്രഗേറ്റ്, ടോട്ടൽ, ജനറൽ. 5 കാര്യങ്ങളാണ് നോക്കിയത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഗ്രോസ്, സെക്കൻഡ് വൺ നെറ്റ്, തേർഡ് വൺ അഗ്രഗേറ്റ്, ഫോർത്ത് വൺ ടോട്ടൽ, ഫിഫ്ത്ത് വൺ ജനറൽ. ഈ 5 കാര്യങ്ങളിൽ തുടങ്ങുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. മാക്രോ എക്കണോമിക്സ് ഹാസ് ഗോട്ട് സം ലിമിറ്റേഷൻസ്. ഡു യു അഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ചില പോരായ്മകളുണ്ട്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുക. ഓക്കെ, നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല. എന്താണെങ്കിലും നിങ്ങളുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യണം, അതിനെ സാധൂകരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻസർ ശ്രദ്ധിച്ചോളൂ. യെസ്, ഐ അഗ്രി. യോജിക്കുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിന്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള പല പോരായ്മകളും ഉണ്ട്, ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. മാക്രോ എക്കണോമിക്സ് ഹാസ് ഗോട്ട് സം ലിമിറ്റേഷൻ ആസ് പോയിന്റ് ഔട്ട് ബിലോ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പരിമിതികൾ ഏതൊക്കെയാണെന്ന് താഴെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, ദി ജനറലൈസേഷൻ ഫ്രം ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് മേ നോട്ട് ബി ട്രൂ ഫോർ ദി അഗ്രഗേറ്റ്സ്. വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ സത്യമാകണമെന്നില്ല. എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് അല്ലേ, അതായത് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചാണ്. വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ അതെന്തായിരിക്കും? കൂടുതൽ റിലയബിൾ ആയിരിക്കും, വിശ്വാസയോഗ്യമായിരിക്കും, നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ആ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യം എന്താവണമെന്നില്ല, ശരിയാവണം എന്നില്ല. ഓക്കെ, ഓരോരുത്തരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അത് വിവരങ്ങൾ കിട്ടും. എന്നാൽ മൊത്തം 1000 പേര് അല്ലെങ്കിൽ 2000 പേരെയൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ജനറലൈസേഷൻ നമ്മൾ പൊതുവെ അവരെ എടുക്കുകയാണ്, അതെന്താവണമെന്നില്ല, സത്യമാകണമെന്നില്ല, അല്ലെങ്കിൽ റിലയബിൾ ആവണമെന്നില്ല. അതാണ് ഒന്നാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ. കാരണം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെ, ഒരു എക്കണോമിയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ്. സ്റ്റഡി ദി ഇക്കണോമി ആസ് എ ഹോൾ. ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ഒന്നാമത്തെ ഡ്രോബാക്ക് ലിമിറ്റേഷൻ പഠിച്ചു. സെക്കൻഡ് ലിമിറ്റേഷൻ നോക്കിക്കോളൂ. അഗ്രഗേറ്റ്സ് ആർ നോട്ട് ഹോമോജീനിയസ്. അഗ്രഗേറ്റ്സ് എപ്പോഴും ഏകാത്മകമല്ല. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഓക്കെ, അത് എപ്പോഴും എന്താവണമെന്നില്ല, ഒരുപോലെ ആവണമെന്നില്ല. പല സമയങ്ങളിലും അതിന് വ്യത്യാസം വരും. ഓക്കെ, നമ്മൾ ഗ്രൂപ്പുകളായിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. ആ കാര്യങ്ങൾ എപ്പോഴും എന്താവണമെന്നില്ല, ഒരുപോലെ ആവണം എന്നില്ല, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. തേർഡ് ലിമിറ്റേഷൻ നോക്കിക്കോളൂ. ആൻ അഗ്രഗേറ്റീവ് ടെൻഡൻസി may not influence all the sectors of the economy in the same manner. പൊതുപ്രവണത സമ്പദ് വ്യവസ്ഥയിലെ ഓരോ മേഖലയെയും ഒരേ രീതിയിൽ സ്വാധീനിക്കണമെന്നില്ല. അതായത് അഗ്രഗേറ്റ്സിനെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് അല്ലെ, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് എല്ലാ മേഖലയെയും ഒരുപോലെ സ്വാധീനിക്കണമെന്നില്ല. ഓക്കെ, പോയിന്റ്സ് മാത്രം, ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. നെയിം 4 സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി. സമ്പദ് വ്യവസ്ഥയിലെ 4 പ്രധാന മേഖലകൾ ഏതെല്ലാം?
നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മേജർ സെക്ടേഴ്സ് ഓഫ് ഓപ്പൺ ഇക്കണോമി, തുറന്ന സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ. അതിന് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു സെക്ടേഴ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ വിവിധ മേഖലകൾ. ഈ രണ്ട് പേരും ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ. എന്താണ്? സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ. ഇക്കണോമിയിലെ 4 സെക്ടേഴ്സ്, 4 മേജർ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഏതൊക്കെയായിരുന്നു? ഫേംസ്, ഉൽപാദക യൂണിറ്റുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ന് പറയും. രണ്ടുപേരും ഓർത്തു വെക്കുക. സെക്കൻഡ് വൺ ഹൗസ് ഹോൾഡ്, ഗാർഹിക മേഖല അല്ലെങ്കിൽ കുടുംബങ്ങൾ. തേർഡ് ഗവൺമെന്റ്. ഫോർത്ത് വൺ എക്സ്റ്റേണൽ സെക്ടർ ഓർ ഫോറിൻ സെക്ടർ, ബാഹ്യമേഖല അല്ലെങ്കിൽ വിദേശ മേഖല. ഈ 4 മേഖലകളാണ് ഉള്ളത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ. ഒരു ഇക്കണോമിയിലെ 4 ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഈ 4 സെക്ടേഴ്സും എന്താണെന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 മാർക്കിനുള്ള ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾ ആ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. അത് എസ്സേ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഓരോ സെക്ടേഴ്സും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. അതായത് ഇക്കണോമിക് സിസ്റ്റംസിനെ കുറിച്ച്, സാമ്പത്തിക സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3 ഇക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്, 3 സാമ്പത്തിക സംവിധാനങ്ങളാണുള്ളത്. ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി അല്ലെ, കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. സെക്കൻഡ് വൺ മാർക്കറ്റ് ഇക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തേത് മിക്സഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതില് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. ഓക്കെ, എന്തൊക്കെ നമുക്ക് അറിയാം, സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഒന്നെന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഉപാധികളെല്ലാം അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെല്ലാം ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്വകാര്യ വ്യക്തികളുടെയോ ഉടമസ്ഥതയിൽ ആയിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും ഓൾ ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ ആണല്ലോ ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, അതായത് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്. ഏതൊക്കെയായിരുന്നു? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ഇക്കണോമിക് പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. എന്തായിരുന്നു പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി കമ്പൈൻഡ് ആക്ടിവിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ചോദനവും പ്രധാനവും തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിർണയിക്കുന്നതാണ് വില സംവിധാനം. ഓക്കെ, 2 മാർക്കറ്റ് ഫോഴ്സസ് ആണ്, 2 കമ്പോള ശക്തികളാണ് ചോദനവും പ്രധാനവും അല്ലെങ്കിൽ ഡിമാൻഡും സപ്ലൈയും. ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് നിർണയിക്കുന്നതാണ് വില സംവിധാനം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം. ഓക്കെ, 2 ഫീച്ചേഴ്സ് പഠിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിലെ അവരുടെ ഒബ്ജക്റ്റീവ്, മോട്ടീവ് എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്? ലാഭം പരമാവധിയാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, 4ഓളം പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, 5ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഐഡന്റിഫൈ ദി സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി ഫ്രം ദി ഗിവൺ ബിലോ സെന്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയുടെ മേഖലകൾ തിരിച്ചറിയുക. 4 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ. ഇക്കണോമിയിലെ 4 സെക്ടേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. ഇനി പറയുന്ന ഈ ഓരോ സെന്റൻസുകളും ഇതിൽ
ഏത് സെക്ടറുമായി, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, എ സബ്സിഡി ഈസ് അനൗൺസ്ഡ്. ഒരു സബ്സിഡി പ്രഖ്യാപിക്കുന്നു. സെക്കൻഡ് വൺ, പീപ്പിൾ ബൈ മോർ ഗുഡ്സ്. ജനങ്ങൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു. ഓക്കെ, 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് എ സബ്സിഡി ഈസ് അനൗൺസ്ഡ്. ഒരു സബ്സിഡി പ്രഖ്യാപിക്കുന്നു. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ധനസഹായമാണ്, അല്ലെ? ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സഹായമാണ് സബ്സിഡി എന്ന് പറഞ്ഞാൽ. അത് ആരാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അതറിയാമെങ്കിൽ ആ സെക്ടർ നിങ്ങൾക്ക് കിട്ടി. ആരാണ് ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നത്? യെസ്, ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് ഇക്കണോമിയിലെ ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്? ഗവൺമെന്റ് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെന്റ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? ആ സബ്സിഡി എന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടി ഏത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. സെക്കൻഡ് സെന്റൻസ് നോക്കിക്കേ. പീപ്പിൾ ബൈ മോർ ഗുഡ്സ്. ജനങ്ങൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇത് ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്? ജനങ്ങൾ കൂടുതൽ സാധന സേവനങ്ങൾ വാങ്ങുന്നു. ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാർഹിക മേഖലയാണ്. ഓക്കെ, ഹൗസ് ഹോൾഡ് സെക്ടർ. ജനങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, അവരാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹൗസ് ഹോൾഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 6. സം വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം അണ്ടർ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും കാറ്റഗറൈസ് ചെയ്യുക. വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി, ഉപയുക്തത. സെക്കൻഡ് വൺ, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. തേർഡ് വൺ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഫോർത്ത് വൺ, ഡിമാൻഡ് ഫോർ പെൻ, പേനയുടെ ചോദനം. നെക്സ്റ്റ്, അഗ്രഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം. ദെൻ ടാക്സസ്, നികുതികൾ. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി, ഉപയുക്തത. ഓക്കെ, എങ്ങനെ മനസ്സിലായി? കാരണം യൂട്ടിലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? മൈക്രോ എക്കണോമിക്സിലായിരുന്നു, അല്ലെ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചില്ലേ? യൂട്ടിലിറ്റി, ഉപയുക്തത അല്ലെങ്കിൽ ഉപയോഗ മൂല്യം, യൂസ് വാല്യൂ, ഇതൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? യൂട്ടിലിറ്റി. സെക്കൻഡോ, ഡിമാൻഡ് ഫോർ പെൻ, പേനയുടെ ചോദനം. ഓക്കെ, പേനയുടെ ചോദനം എവിടെ വരും? മൈക്രോ എക്കണോമിക്സിൽ വരും. മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി മാക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ നോക്കിക്കേ. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാക്രോ എക്കണോമിക്സിൽ 3rd ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ ആണല്ലോ? ഇപ്പോൾ നിങ്ങൾ പേര് ഓർത്ത് വെക്കുക. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. ഈ വേരിയബിൾസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് തന്ന സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വേരിയബിൾ നോക്കിക്കേ. അഗ്രഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം. അത് മാക്രോ എക്കണോമിക്സിൽ വരുന്നതാ. നെക്സ്റ്റ്, ടാക്സസ്, നികുതികൾ. നികുതികളെ കുറിച്ച് പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ, ടാക്സുകളെ കുറിച്ചും മാക്രോ എക്കണോമിക്സിൽ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അതുപോലെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2 നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.